ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. എങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് കടന്നാലോ? അങ്ങനെ നമ്മുടെ ആകാശ് പറയണ്ടേ, എനിക്കൊരു വിവാഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രീതിയായിട്ട് മാത്രമായിരിക്കും. എന്താ ബേബി നീ പറഞ്ഞത്? അപ്പോൾ ഈ ഡെലിവറി ചെയ്ത മദറിന് ഒരു വിലയും നീ തരുന്നില്ലല്ലേ? ഞാൻ അമ്മയടുത്ത് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ, നിനക്ക് ഞാൻ കെട്ടിക്കട ആ കീറസാരിക്കാരുടെ ചേച്ചിനോ കല്യാണം കഴിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലടാ. ആഹാ, അപ്പൊ എന്റെ വാക്കിന് ഇവിടെ ഒരു വിലയില്ലല്ലേ എന്ന് മനോരമ പറഞ്ഞതിന്റെ കാര്യം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കാകെ ഒരു ജീവിതമേ ഉള്ളൂ, അത് പ്രീതിയുടെ കൂടെ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിനക്ക് ഞാൻ കാണിച്ചടാ, ഞാൻ ഒരിക്കലും കാര്യത്തിൽ സമ്മതിക്കില്ല. എങ്കിലേ എന്റെ തീരുമാനം നടക്കുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആകാശം അവിടെ നിന്ന് പോകുക കേട്ടോ. അതിനുശേഷം മനോരമ പുറകിലായിട്ട് അഞ്ജലിയും അതുപോലെ തന്നെ ലാവണ്യം പോകുന്നുണ്ട്. ആകാശം പറയണ കേക്ക്, നിൽക്ക് എന്ന് പറഞ്ഞിട്ട് പോകുകയാണ്. പുറകില് മനോരമ അവിടെ നിന്ന് പൊട്ടിക്കരട്ടെ, എന്റെ മൈകോട്ടെ, എന്നാൽ ഇങ്ങനത്തെ ഒരു മകനെയാണല്ലോ നീ എനിക്ക് തന്നത്, ദുഷ്ടൻ, ഒരു നന്ദിയില്ല എന്നോട്. ഞാൻ ഇത്രയും കാലം അവനെ സ്നേഹിച്ചു ഊട്ടി വളർത്തി, എന്നിട്ട് ദുഷ്ടൻ കാലമാണ്, എന്നോടൊരു നന്ദിയില്ല, ഒരു സ്നേഹമില്ല അവനിപ്പോ അവളെ മതിയെന്ന് ആ കീറസാരിക്കാരുടെ ചേച്ചീനെ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതി ഓടിപ്പെടഞ്ഞ് നമ്മുടെ അശ്വിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അശ്വിൻ ഓരോരോ വർക്കിലായിരിക്കും കേട്ടോ. നീ എന്താ ഇവിടെ? പിന്നെ ഞാൻ എവിടെ പോകണം? ഞാൻ ഇവിടെ അല്ലാണ്ട് പിന്നെ എവിടെ വരും? സാർ എന്തൊക്കെയാ സാർ കാണിച്ചത്? സാർ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം ഉറപ്പ് തന്നതല്ലേ, ഇപ്പൊ എന്താ പ്രശ്നം? നീ ആ കാര്യം പറ. സാറിന് അപ്പൊ കാര്യമൊന്നും അറിയില്ലല്ലേ? ഇവിടുത്തെ മനോരമ ആന്റി എന്റെ ചേച്ചിനെ വിളിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. എന്റെ ചേച്ചി എന്തോ ആകാശ് സാറിനെ കയ്യും കാലും കാണിച്ച് മയക്കെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ മനോരമ ആന്റി സംസാരിച്ചത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സാർ, ഇതൊന്നും നടക്കില്ലെന്ന്. അപ്പൊ സാർ എന്താ പറഞ്ഞത്? എല്ലാ കാര്യങ്ങളും സാർ നോക്കിക്കോളാം, മനോരമാനെ കൂടെ സമ്മതിപ്പിച്ചോളന്ന്. എന്റെ ചേച്ചി എന്തൊക്കെ വൃത്തികേടാ ആ മനോരമാൻറ്റി പറഞ്ഞതെന്ന് അറിയാവോ? എന്റെ ചേച്ചി ഇപ്പൊ വളരെ വിഷമത്തിലാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്ക് ശ്രുതി, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടും ചെയ്യാന്ന് ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറയാണ്. സാർ വിചാരിക്കുന്ന പോലെയല്ലേ ഈ പ്രശ്നം? അപ്പോഴേക്കും അവിടെ നിക്ക് ആകാശ് എന്ന് അഞ്ജലി ലാവണ്യം പറഞ്ഞത് അവരൊരു റൂമിൽ നിന്ന് കേൾക്കുവാട്ടോ. കണ്ടില്ലേ, ആകാശ് സാർ പോവാണ് ഇവിടുന്ന്. സാർ ഇനിയെങ്കിലും ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവും. അതുകൊണ്ട് സാർ ഇപ്പൊ തന്നെ മനോരമാന്റെ അടുത്ത് പോയി സംസാരിക്കണം. ഓക്കെ, ഞാൻ പോയി സംസാരിക്കാം. അല്ല സാർ അവിടെ പോയിട്ട് എന്താ സംസാരിക്കാൻ പോണത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതെ, അതിനാദ്യം റിഹേഴ്സലും കാര്യങ്ങളൊക്കെ വേണം. ഞാനിപ്പോൾ മനോരമയായിട്ട് അഭിനയിക്കാം, സാർ എന്നോട് സംസാരിക്കണ പോലെ കാണിക്കേ. ഓക്കെ എന്ന് പറയണം. അങ്ങനെ നമ്മുടെ മനോരമേനെ പോലെ ആക്ഷനൊക്കെ കാണിക്കട്ടെ ശ്രുതി. അത് കാണുമ്പോഴേക്കും അശ്വിൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. എന്താ നോക്കണത് പറ എന്ന് പറയാണ്. ഓക്കെ അത് ആൻറ്റി, രണ്ടുപേരും നമ്മൾ പ്രണയിക്കുമ്പോൾ നമ്മൾ ലാഭം മാത്രം നോക്കിയാൽ പോരാ, അതിൽ ചിലപ്പോൾ നഷ്ടവും വരും. നമ്മൾ പ്രോഫിറ്റ് നോക്കണം. ലവ് മാരേജിൽ പ്രോഫിറ്റ് കുറവായിരിക്കും, അറേഞ്ച് മാരേജിലേക്ക് നല്ലത്. പക്ഷേ നമുക്ക് ലാഭവും സന്തോഷവും എന്ന് പറയുന്നത് ലവ് മാരേജിലാണ്. അതിൻ്റെ ഡെപ്പോസിറ്റ് കൂടുമ്പോഴേക്കും അല്ലല്ല സാർ ഒന്ന് നിർത്തിക്കുക. അല്ല സാർ പോണത് ആകാശ് സാറിൻ്റെ പ്രീതി ചേച്ചിയുടെ വിവാഹക്കാര്യം സംസാരിക്കാനാണോ അതോ ബിസിനസ് ഡീൽ നടത്താനാണോ? സാറിൻ്റെ വായി ഈ ബിസിനസ് ഡീൽ അല്ലാണ്ട് വേറൊന്നും വരത്തില്ലേ? ഞാൻ പറഞ്ഞതുപോലെ സാർ സംസാരിച്ചാൽ മതി. എന്താ വെച്ചാൽ നീ പറ. അത് സാർ ഈ സിനിമകളിൽ കണ്ടില്ലേ, പ്രണയം അനശ്വരമാണ്, പ്രണയിക്കുന്നവരെ തോൽപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയണത്. ഞാൻ കണ്ടില്ല, ഞാൻ അങ്ങനത്തെ സംഭവങ്ങളും കാണാറില്ല. അതിന്റെ കുറവ് നിങ്ങൾക്കുണ്ട്. ഈ കാര്യത്തിൽ കുറച്ച് സെന്റിമെന്റ്സ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ പറയാം, അതായത് പ്രണയിക്കുന്നവരെ ഉണ്ടാക്കാൻ വേണ്ടി ആരെ കൊണ്ടും പറ്റില്ല. അവരെന്തായാലും ഒന്നിക്കുക തന്നെ ചെയ്യും. അവരെ നമ്മൾ പ്രണയിപ്പം നിരസിച്ചു കഴിഞ്ഞാൽ, അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവരെന്തെങ്കിലും ആപത്തിൽ പോയി ചാടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി ദുഃഖിക്കേണ്ടി വരും. എന്തിനാ അങ്ങനെ ഇപ്പം തന്നെ ചെയ്തിരുന്നത്? അതുകൊണ്ട് അവരുടെ പ്രണയം നമുക്കും കൂടെ അംഗീകരിച്ചു കൊടുത്തൂടെ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ കുറേ ഡയലോഗ്സ് പറഞ്ഞാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പം നോക്കും, അതായത് നമ്മുടെ ഷാജഹാൻ മുംതാസിനെ സ്നേഹിച്ചില്ലേ, അതുപോലത്തെ ഒരു പ്രണയം, അതായത് കണ്ണൻ രാധനെ സ്നേഹിച്ച പോലത്തെ പ്രണയം, അതുപോലത്തെ പ്രണയമാണ് എന്നൊക്കെ രീതിയിൽ വേണം സംസാരിക്കാൻ. ഓക്കെ ഞാൻ സംസാരിച്ചോളാം. സാറോടെ പോയി കുളമാക്കരുത് കേട്ടോ. എനിക്കറിയാം എന്ത് സംസാരിക്കണമെന്ന്. ഞാൻ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സംസാരിച്ചോളാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കണ്ണൻ രാധനെ പോലെ, ഷാജഹാൻ മുംതാസ് പോലെ. ശരി ഞാൻ സംസാരിച്ചോളാം, നീ ഒന്നും മിണ്ടാതിരിക്കേ. ഓക്കെ എങ്കിൽ ശരി സർ എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശി വരുന്നുണ്ട്. നമ്മുടെ മോഹനങ്ങൾ ചോദിക്കട്ടെ, എന്താ മോഹന ഇത് ഇവിടെ നടക്കുന്നത്? നിന്റെ ഭാര്യ എന്താ ഒന്നും സമ്മതിക്കില്ലെന്ന് ഉറപ്പിൽ തന്നെയാണോ എന്ന് പറയുമ്പോൾ മനോരമ വരുന്നത്. അതെ, എനിക്ക് വളരെയധികം അവരെ പെറ്റിട്ടപ്പോൾ തൊട്ട് ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നീ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടോ മനോരമേ? അത് നിന്റെ മോൻ്റെ ജീവിതമാണ്, നീ ആലോചിക്കണം. അത് എൻ്റെ മോൻ്റെ ജീവിതമാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് പൊള്ളും, വേറെ ആർക്കും പൊള്ളില്ല. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട പോലത്തെ ഒരു പെണ്ണെ കല്യാണം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് അവൻ്റെ ജീവിതത്തിലെ അവന്റെ ആഗ്രഹം പോലെയല്ലേ മനോരമ നടക്കേണ്ടത് എന്ന് മോഹനങ്ങൾ പറയുമ്പോൾ, നോക്ക് മോഹനേട്ടാ, നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട. ഞാൻ അവന് പെറ്റിട്ടപ്പോൾ തൊട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അവൻ ജനിച്ചപ്പോൾ തൊട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. എന്നിട്ട് അവൾ ദരിദ്രവാസി പെണ്ണെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കോ? ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. ആകാശ് പോകാൻ വേണ്ടി പോകുക എന്ന് പറയുമ്പോൾ, അവൻ എൻ്റെ വാക്ക് കേൾക്കാണ്ട് പോണെങ്കിൽ പോട്ടെ, ഇങ്ങനത്തെ ഒരു ബേബി ഇല്ലെന്ന് ഞാൻ അങ്ങോട്ട് വിചാരിക്കും എന്നൊക്കെ മനോരമ ഇങ്ങനെ പറയാട്ടോ. ഇവള് തിരുത്തില്ല എന്ന് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്.
അങ്ങനെ ആകാശ് ഇടന്ന് പോകാൻ മുമ്പ് എന്താ അഞ്ജലിയും അതുപോലെ ലാവണ്യം പറയുന്നുണ്ട്, ആകാശ് പറഞ്ഞ കേക്ക്, നീയും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ ആകാശ് എന്ന് അഞ്ജലി പറയുമ്പോൾ, ചേച്ചി പറഞ്ഞതല്ലേ അമ്മ പറഞ്ഞതൊക്കെ ചേച്ചി കേട്ടതല്ലേ, ഞാൻ പറഞ്ഞില്ല ഒരു വിലയും അമ്മ തരുന്നില്ല, പിന്നെ ഞാനിതിനെ ചേച്ചി ഇവിടെ നിൽക്കുന്നത്, ഇങ്ങനെ ജീവിച്ച് മടുത്തു എന്ന് പറയാണ്. അപ്പോഴേക്കും ലാവണി പറയണേ, ആകാശ് നീ ഒന്ന് സമാധാനിക്ക്, ആന്റിനെ പോലെ നീയും തുടങ്ങിയാലോ, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്തായാലും അമ്മ പറഞ്ഞ പോലത്തെ ഒരു പണക്കാരി പെണ്ണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകില്ല, അതിനേക്കാൾ നല്ലത് ഞാൻ എവിടെയും പോയി ചത്തുടങ്ങണതാണ് എന്ന് ആകാശ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാട്ടോ. അതിനുശേഷം മനോരമ എടുത്ത് പറയുന്നുണ്ട് മോഹന്, ദേ മനോരമ, ദേ നമ്മുടെ മോൻ പോവാണ്, നീ അവനെ പിടിച്ചു നിർത്ത്. ഇല്ല മോഹനേട്ടാ, എന്നെ അതിനെ വിളിക്കേണ്ട, ഞാൻ പോവില്ല. മനോരമ, നീ ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണത്, നമുക്ക് ഒരു മോനാ ഉള്ളത്, അതന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു പെൺകുട്ടീനല്ലേ അവൻ വിവാഹം കഴിക്കേണ്ടത്, നമ്മളല്ല നീ. അതെ ഞാൻ തന്നെ, പണക്കാരിയായിട്ടുള്ള ഒരു മരുമകളെയാണ് ഞാൻ സ്വപ്നം കണ്ടത്, അങ്ങനത്തെ ഒരു മരുമകളെ ഇവിടെ വന്നാൽ മതി. നോക്ക്, വരാൻ പോകുന്ന പെൺകുട്ടി നിന്റെ മാത്രം മരുമകളല്ല, എൻ്റെ കൂടി മരുമകളാ. അത് അവരെന്തായാലും നാളൊരു കല്യാണം കഴിക്കണം, അത് പ്രീതി ആയാലും എന്താ കുഴപ്പം. ദേ മോഹനേട്ടൻ പലവട്ടം പറഞ്ഞു ആ പെണ്ണിന്റെ കാര്യം ഇനി ഇവിടെ പറയരുതെന്ന്. പ്രീതിയാണ് പോലും പ്രീതി, ഞാൻ പറഞ്ഞ പെൺകുട്ടിനെ മാത്രം അവൻ വിവാഹം കഴിച്ചാൽ മതി. ആഹാ അതുകൊള്ളാലോ, അവൻ ഇത്രയോ സ്നേഹിച്ചിൽ ആളിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ ഈ ആഗ്രഹം സാധിച്ചാൽ അവന് പറ്റില്ലെന്നോ, ഞാൻ സമ്മതിക്കില്ല മോഹനേട്ട എന്ന് മനോരമ പറയാട്ടോ. അതിനുശേഷം അകത്തേക്ക് പോകാൻ മനോരമ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയണ്ടേ, സാർ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകാം, സാർ ഇപ്പൊ പറ സംസാരിക്കും, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, മുംതാസ് ഷാജഹാൻ രാധാകൃഷ്ണൻ, ഓക്കെ എന്ന് പറഞ്ഞ് തള്ളി വിടുവാണ്. അപ്പോൾ നമ്മുടെ അശ്വിൻ വീഴാൻ പോകുന്നുണ്ട്, സോറി സാർ, ഓക്കെ ഞാൻ പോയിക്കോളാം എന്ന് പറയട്ടെ. നമ്മുടെ അശ്വിൻ മനോരമ അടുത്തേക്ക് പോവാണ്. മനോരമ, കേട്ടോ ബേബി, ഇവിടെ എല്ലാവരും പറയുന്നത് എൻ്റെ ആഗ്രഹത്തിന് ഒരു വിലയും തരുന്നില്ല ബേബി, നീയെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യ് ബേബി, പറ എന്ന് പറയാണ്. ആൻറ്റി കൂൾ ഡൗൺ, ഞാൻ നോക്കിക്കോളാം ആൻറ്റി. അത് ആകാശ് പ്രീതിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതിന് എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞ, അതിനൊന്നും ചെയ്യണ്ട ആൻറ്റി. അതായത് മുംതാസ് ഷാജഹാനെ സ്നേഹിച്ചില്ലേ, അപ്പൊ അതുപോലത്തെ ഒരു സ്നേഹിക്കട്ടെ, അതുപോലെ തന്നെ രാധാകൃഷ്ണനെ സ്നേഹിക്കട്ടെ. നീ എന്തൊക്കെയാ പറഞ്ഞത്, എൻ്റെ മോൻ്റെ വിവാഹക്കാര്യം പറയുമ്പോൾ രാധയുടെയും കൃഷ്ണൻ്റെയും ഈ ഷാജഹാനും മുംതാസിന്റെ കാര്യം പറഞ്ഞത് എന്തിനാണ്. ഓ ദേ നോക്ക് ബേബി, നീ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റും, എൻ്റെ ആഗ്രഹത്തിന് നീയെങ്കിലും സമ്മതിക്കോ, അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ ആൻറ്റി, ഞാൻ കൂടെ ഉണ്ടാവും ആൻറ്റിയുടെ. ശരി ബേബി, എനിക്ക് നീയെങ്കിലും ഉറപ്പ് തന്നല്ലോ. ഓ എൻ്റെ മൈ ഗോഡ് എന്ന് കരഞ്ഞോണ്ട് അങ്ങോട്ട് പോകുവാട്ടോ നല്ല വിളിച്ചിട്ട്. അതിനുശേഷം നമ്മുടെ ശ്രുതി വരുന്നുണ്ട്. ഓ സാറിൻ്റെ ഒരു കാര്യം, സാറ് പറഞ്ഞ പോലെ ഒന്നും നടക്കാൻ പോണില്ല, അതുപോലെ തന്നെ സാറിന് ഡയലോഗ് പോലും പറയാൻ പറ്റുന്നില്ല സാർ. നോക്ക്, നീ പറഞ്ഞ പോലെ നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ ഞങ്ങൾ ബിസിനസ് ഡീൽ പോലെ ഡീൽ ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. എന്നാൽ നിന്റെ ഡയലോഗ് ഇവിടെ വർക്കൗട്ട് ആകാൻ പോണില്ല സാർ, ഇവിടെ സെന്റിമെന്റ്സ് മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ. വേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, ഞാൻ ബിസിനസ് ഡീൽ നടത്തുന്ന പോലെ ഇത് ഡീൽ ചെയ്തോളാം എന്ന് നമ്മുടെ അശ്വിൻ പറയാട്ടോ. ശ്രുതി അപ്പോൾ എന്താകും എന്തോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ മനോരമ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അവിടെയൊക്കെ നമ്മുടെ മോഹനങ്ങൾ വരുന്നുണ്ട്. മനോരമ, ഞാൻ പറയണതൊന്നും നീ കേക്ക്, വേണ്ട, നിങ്ങളൊക്കെ എന്താ പറയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയാണ്. മനോരമ, നിന്റെ മോനോട് നിന്ന് ഇറങ്ങിപ്പോയത് നീ കണ്ടില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, അതേ പോയി, അതിനിപ്പോൾ ഞാനെന്ത് വേണം, അതിനോട് അവൻ ആ പ്രീതിനെ വിവാഹം കഴിക്കണം, ഞാൻ സമ്മതിക്കണോ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല വെച്ചോ, ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയാണ്. മനോരമ, പണത്തിലൊന്നുമല്ല കാര്യം, നമ്മുടെ മോൻ്റെ സന്തോഷത്തിലല്ലേ കാര്യം എന്ന് മോഹനൻ പറയുമ്പോഴേക്കും, നോക്ക് മോഹനേട്ടാ, ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ എല്ലാതും പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ അഭിപ്രായവും തീരുമാനവും എന്താണ്, അതിന് ഞാൻ ഒരിക്കലും മാറില്ല. അവൻ ഈ അമ്മേനെ ഇവിടുത്തെ ആൾക്കാരൊന്നും വേണ്ടാന്നാണെങ്കിൽ അവൻ പോട്ടെ, അവളുടെ കൂടെ പോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, അവനെ അവളെയും കിട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ പിടിച്ച പിടിയാല അങ്ങനെ തന്നെ നിൽക്കുവാട്ടോ. അങ്ങനെ ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ.